ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലെ. അപ്പൊ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ ഗോവർദ്ധനും ബാലചന്ദ്രനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോവർദ്ധനോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നാളെ മുതൽ നമുക്ക് കട തുറക്കണം. അപ്പം കട തുറക്കുന്നതിന് ബാലേട്ടന് കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് തുറക്കാം. എനിക്ക് എന്താ കുഴപ്പം, ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോ ആണോ, അല്ല ഈ പോലീസുകാരെ എത്രമാത്രം വിശ്വസിക്കാൻ പറ്റൂന്ന് ബാലേട്ടൻ അറിയാലോ. അല്ല ഇവന്മാര് പ്രൊട്ടക്ഷൻ തരാന്നൊക്കെ പറയും, ലാസ്റ്റ് അത് വലിയ പ്രശ്നമാവോ ബാലേട്ടാ? എന്ത് പ്രശ്നമാകാനാ? ഒരു പ്രശ്നമാകാൻ പോകുന്നില്ല. പിന്നെ ചിലപ്പം അവന്മാര് നാളെ വന്നില്ലെന്നിരിക്കും. പിന്നെ എന്നോട് ഇന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ SI ഒരു കാര്യം പറഞ്ഞായിരുന്നു. നമ്മുടെ ആ ഒരു നിരയെ തന്നെ ഒരു കടയല്ല 10-40 കട അടുപ്പിച്ചിരിപ്പുണ്ട്. ഒരു കടയ്ക്ക് എന്തെങ്കിലും പറ്റിയാല് കൂടിപ്പോയാൽ തീയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ കടയില് അത് ബാധിക്കും, അത് വലിയ പ്രശ്നമാകും. അതുകൊണ്ട് ആരും ഇനിയിപ്പോ ഇതിന്റെ പുറകെ വരാൻ പോകുന്നില്ലെന്നേ. ഇനിയിപ്പോ പുറകെ വന്നാൽ തന്നെ നമുക്ക് ബാക്കി എന്താണെന്ന് നോക്കാം, പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതിനിപ്പം SIയിൽ തീരുന്ന കാര്യമല്ലല്ലോ, SIയുടെ മേളിലും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഓർത്ത് പേടിക്കൊന്നും വേണ്ട, നമുക്ക് കട തുറക്കണം. ഗോവർദ്ധന എത്ര പേര് നമ്മൾ പ്രതീക്ഷിച്ച് ജീവിക്കുന്നുണ്ടെന്ന് അറിയാമോ? നീ തന്നെ ഇപ്പൊ നോക്കിക്കോ, നിനക്ക് തന്നെ എന്റെ കയ്യില് ഞാനിപ്പം നിനക്ക് ശമ്പളം തരാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിനക്ക് ശമ്പളം ഇല്ലാതെയും ജീവിക്കാൻ പറ്റുമായിരിക്കാം, പക്ഷെ അതുപോലെയല്ല എത്ര കുടുംബങ്ങൾ നമ്മളെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നുണ്ട്. ഏതൊക്കെ കടകളിലെ എത്ര സ്റ്റാഫുകളുണ്ട്. അവരൊക്കെ നമ്മൾ കാരണം പട്ടിണിയാകാൻ പാടില്ല. അല്ലെങ്കിൽ അവർ നാളെ വേറൊരു ജോലി തിരക്കി പോകുമ്പോൾ നമ്മൾ കട തുറക്കുമ്പോഴത്തേക്കും അവർ ചിലപ്പോൾ നമ്മളെ വിളിക്കുന്ന സമയത്ത് വരണമെന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യണം, കട തുറന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പം ഓക്കെ ബാലേട്ടൻ നമുക്ക് തുറക്കാം. അന്ന് അലീന പറഞ്ഞതുകൊണ്ട് സത്യം പറഞ്ഞാൽ കട അടച്ചിട്ടത്. അന്ന് എനിക്ക് അത്രയ്ക്ക് ബോധമൊന്നും പോയില്ല. ബോധം പോകാത്തത് അലീന പറഞ്ഞു പിന്നെ കട അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ഗോവർദ്ധന്റെ വൈഫ് കയറി വരികയാണ് കേട്ടോ. അപ്പൊ ബാലന്റെ പെങ്ങൾ കയറി വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇരുന്നാ മതിയോ, ഞാൻ ആഹാരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അലീനേനെ ഇതുവരെ കണ്ടില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ ആഹാരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ബാ കഴിക്കാന്ന് പറയാണ്. അപ്പൊ ആഹാരം നമ്മുടെ അലീന കുറച്ചൊക്കെ പാചകം ചെയ്ത് വെച്ചിട്ടാണ് അവിടെ നിന്ന് പോയത്. അപ്പൊ എന്തോ കാര്യത്തിൽ അലീനയ്ക്ക് കുറച്ച് ലേറ്റ് ആകേണ്ടി വന്നു. കാരണം അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തല്ലോ നമ്മുടെ അലീന. ശരണ്യയുടെ വീട്ടിൽ കുറച്ചേറെ നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഷാജിയുടെ വീട്ടിലും കയറിയിട്ട് വരാതിരിക്കാൻ പറ്റത്തില്ല, കാരണം ഷാജിയുടെ വീട്ടിൽ കയറേണ്ട, അതായത് അത്രയ്ക്കൊരു നന്ദി ഉണ്ടല്ലോ നമ്മുടെ ഷാജിയോട് അലീനയ്ക്ക്. അപ്പം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്യണം. അപ്പം അവിടുത്തെ ഒരു സീനും കാണിക്കുന്നുണ്ട്, നമ്മുടെ ഷാജിയുടെ അടുത്ത് പോയി സംസാരിക്കുന്നതും. അതുപോലെ തന്നെ ഷാജിയുടെ അനിയത്തിയോട് നന്നായിട്ട് പഠിക്കണം, മോള് പഠിത്തത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, അറിയാലോ നമ്മുടെ ചുറ്റിനും കുറെ കഴുകന്മാരൊക്കെ കാണും, അവരിലൊന്നും ചെന്ന് പോയി വീഴരുത് എന്നൊക്കെ പറഞ്ഞ് കുറെ ഉപദേശമൊക്കെ അലീന കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും നമ്മുടെ ശരണ്യനെ ആ ഒരു ഇതിൽ കണ്ടുകൊണ്ട് തന്നെയാണ്, കാരണം ഇനി വേറൊരു ശരണ്യ ഉണ്ടാകാൻ പാടില്ല, ഇനി വേറൊരു രോഹിത്തോ അല്ലെങ്കിൽ വേറൊരു ഹരിയോ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ അലീന പറയുന്നത്. അപ്പൊ അലീന അവിടുന്ന് യാത്ര പറഞ്ഞ് നേരെ നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് വരികയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വരവ് ഇനി പതിവ് പോലെ ഞാൻ തെറ്റിക്കത്തില്ല, ഉണ്ടാകും, ഈ ഒരു വരവ് ഉണ്ടാകും. കാരണം എനിക്ക് അവളെ കാണണം, അവളോട് സംസാരിക്കണം, അവളോട് മിണ്ടണം, അവളെ എനിക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പഴയൊരു ജീവിതത്തിലേക്ക് പറ്റും ഷാജിയേട്ട. അതുകൊണ്ടാണ് ഞാനിപ്പം അവളുടെ അടുത്ത് നിന്ന് പോകാതെ നിൽക്കുന്നത്. പഴയതുപോലെയല്ല, അവൾ ആ ഇരുട്ടുമുറിയിൽ നിന്ന് എണീറ്റ് എന്റെ കൂടെ പുറത്തിറങ്ങി ഫ്രഷ് ആയി ഭക്ഷണം വരെ കഴിച്ചു ഞാൻ വാരി കൊടുത്തപ്പോഴത്തേക്കും. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അവളെ എങ്ങനെ കൈവിട്ട് കളയാൻ പറ്റത്തില്ലെന്ന് പറയാം. അപ്പോഴേക്കും അലീന തന്നെ പറയുന്നുണ്ട്, ഇവിടെ റേഞ്ച് ഇല്ലെന്നാ തോന്നുന്നേ, എന്നെ ആരെങ്കിലും വിളിക്കുമ്പോൾ കിട്ടത്തില്ലായിരിക്കും, ഇത് റേഞ്ച് ഇല്ലാത്ത സ്ഥലമല്ലേ എന്ന് പറയുമ്പോൾ ഷാജിയും പറയുന്നുണ്ട്, ഇവിടെ റേഞ്ച് കുറവാട്ടോ, ഇവിടെ ഏതോ ഒരു സിമ്മിന് മാത്രമേ റേഞ്ച് കിട്ടത്തുള്ളൂ, ബാക്കി സിമ്മുകൾക്ക് റേഞ്ച് ഇല്ലാന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ എനിക്ക് വീട്ടിൽ പോകണം, ഷാജി ചേട്ടൻ ചോറിനാ വന്നല്ലേ, ഒക്കെ ചോറൊക്കെ ഉണ്ട്, ഞാൻ വീട്ടിൽ പൊക്കോളാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഷാജി തന്നെ വീണ്ടും അലീനയെ കൊണ്ടാക്കുന്നത്. അപ്പൊ ഷാജി തന്നെയാണ് അലീനെ കൊണ്ടുവിടുന്നത്. അപ്പൊ ഷാജിയുടെ വണ്ടി കയറുന്നതിന് മുമ്പ് അലീന പറയുന്നുണ്ട്, ഷാജിയേട്ടാ, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ പൈസ തരുമ്പോൾ പൈസ മേടിക്കാതിരിക്കില്ല, കഴിഞ്ഞ തവണ ഷാജിയേട്ടൻ എന്ത് പണിയാ കാണിച്ചത്, പൈസ മേടിക്കാതെ പോകുന്നില്ലേ? അതെ, ഓട്ടോ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ മേടിക്കണം, അത് നമ്മുടെ ജീവിതമാർഗമല്ലേ. അപ്പം അത് ആരാണെന്ന് നോക്കരുത്, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആരാണെങ്കിലും പൈസ മേടിക്കണം എന്ന് നോക്കും. നമ്മുടെ ഷാജിയോട് പറഞ്ഞപ്പോഴത്തേക്കും അടിയന് അത് അറിയത്തില്ലായിരുന്നു ഉത്തരവേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഏതായാലും നമ്മുടെ അലീന പോവുകയാണ് നേരെ എങ്ങോട്ടേക്ക്, ബാലചന്ദ്രന്റെ അടുത്തേക്ക്, അതായത് നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഗോവർദ്ധൻ ഉണ്ടായിരുന്നു, ഗോവർദ്ധന്റെ ഭാര്യ ഉണ്ടായിരുന്നു, നമ്മുടെ ബബിതയും കൃഷ്ണമോളും ബാലചന്ദ്രനും ഒക്കെ ഉണ്ട്. അങ്ങനെ അലീന ചെന്ന ഉടനെ തന്നെ നമ്മുടെ ബാലന്റെ പെങ്ങളെ കണ്ടുട്ടോ. അപ്പൊ പെങ്ങള് മോളെ എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചപ്പോ അത് പിന്നെ ഞാൻ പോയത് ശരണ്യയുടെ വീട്ടിൽ പോയതായിരുന്നു. കൃഷ്ണമോളെല്ലാം പറഞ്ഞു. എന്നിട്ട് ആ പെങ്കൊച്ചിനെ കണ്ടോ, എങ്ങനെയുണ്ട് ആ കൊച്ചിന്, ആ കൊച്ച് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് ചോദിച്ചപ്പോ അതിന്റെ കാര്യം കഷ്ട,
അത് ഒരു ഇരുട്ടുമുറി തന്നെ കിടക്കുക ആന്റി. ആ ഇരുട്ടുമുറിയിൽ നിന്ന് ആ കൊച്ചു ഇറങ്ങി വരത്തേയില്ല. അതിന്റെ അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും വിഷമം തോന്നും. പിന്നെ ഞാൻ ചെന്ന് അതിനെ പതിയെ ഓരോ ദിവസം ഓരോന്നൊക്കെ പറഞ്ഞ് മാറ്റി മാറ്റി ഇപ്പം ഓക്കെ ആകാറൊക്കെ ആയിട്ടുണ്ട്. എങ്കിൽ പോലും വേറെ ആരോടും അത് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. മാത്രമല്ല ഭക്ഷണം ഒന്നും കഴിക്കത്തില്ല. ഞാൻ ഭക്ഷണം കൊടുത്തേ പിന്നെയാണ് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങിയെന്ന് പറയുമ്പോൾ, അല്ല മോളെ, നിനക്ക് എങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ തോന്നി? കഴിഞ്ഞ ദിവസം അതുപോലെ പ്രശ്നം ഉണ്ടായതല്ലേ? ബാലേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് എന്തൊക്കെ പ്രശ്നം ഉണ്ടായി. മണ്ണെണ്ണ മേത്ത് ഒഴിക്കുകയും അതുപോലെ മോള് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ഇടത്തേക്ക് എങ്ങനെ മോക്ക് പോകാൻ തോന്നി എന്ന് ചോദിച്ചപ്പം അത് അറിയാതെയല്ലേ, അവർക്ക് അറിയത്തില്ലായിരുന്നല്ലോ ഞാൻ ആരാണ് എന്താണെന്നൊന്നും. പിന്നെ ഈ വീട്ടിൽ നിന്ന് ഒരാൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പം എന്താ ഉണ്ടാകാൻ പോവുക? എല്ലാവരും എന്നെ ശത്രുവിന്റെ സ്ഥാനത്താ കണ്ടത്, പ്രതിയുടെ വീട്ടിലെ ഒരംഗം എന്ന രീതിയിലാണ് കണ്ടത്. പക്ഷെ ഇപ്പൊ എന്നെ അങ്ങനെയല്ല. അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്നെ മനസ്സിലായിട്ടുണ്ട്. ഒരിക്കലും ഞാൻ അലീനയ്ക്ക് എതിരായിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ അലീനയ്ക്കല്ല, സോറി, ശരണ്യയ്ക്ക് എതിരായിട്ട് നിൽക്കാനോ, അതുകൊണ്ട് അവരെന്നോട് ആ ഒരു രീതിയിലൊക്കെ ആന്റി പെരുമാറിയത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും മോള് പോകുമ്പോ ഒന്ന് സൂക്ഷിക്കണം. മോക്ക് പോകുമ്പോ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോകത്തില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോ, എനിക്ക് കൂട്ട് ഞാനുണ്ടല്ലോ, എന്റെ ഉള്ളിൽ എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, അതാ എന്റെ കൂട്ടല്ലാതെ വേറെ ആരുടെയും ഒരു പ്രൊട്ടക്ഷന്റെ ആവശ്യമൊന്നും എനിക്കില്ല, എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അലീന ഉള്ളിലേക്ക് കയറി പോയപ്പോഴത്തേക്കും കൃഷ്ണമോള് ബാലേന്ദ്രന്റെ പെങ്ങളോട് പറയാ, പാവ ചേച്ചി, ഭയങ്കര പാവ, പക്ഷെ എന്ത് ചെയ്യാൻ, അമ്മയ്ക്കും ചേച്ചിക്കും രോഹിത്തേട്ടനൊന്നും ഇതുവരെ അലീന ചേച്ചിനെ മനസ്സിലായിട്ടില്ല, അത്രയ്ക്ക് പഞ്ചപാവം എന്നൊക്കെ പറയാണ്. അപ്പൊ ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ഗോവർദ്ധനൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. പോകുന്ന ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു നമ്മുടെ ശിവനൊക്കെ വരികയാണ് കേട്ടോ. അപ്പം ശിവൻ അങ്ങോട്ടേക്ക് വരുന്നല്ല, സോറി, ശിവൻ നമ്മുടെ നെടുമ്പുരക്കിലേക്ക് വരുന്നതാണോ അതോ ഇനിയിപ്പം അലീനയും നമ്മുടെ ബാലചന്ദ്രനും കൂടി നേരെ കൈതക്കിലേക്ക് ചെല്ലുന്നതാണോ എന്നറിയില്ല. അങ്ങനെ ഒരു സീൻ നിങ്ങൾ പ്രമോയിൽ കണ്ടു കാണുമായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ നമ്മുടെ അലീനയെ കൊണ്ട് എങ്ങനെയെങ്കിലും മനസ്സ് മാറ്റിക്കത്തില്ലേ എന്ന ഒരു ചെറിയൊരു ഇതുണ്ട് ശിവനും അതുപോലെ വൈജയ്ക്കും ഒക്കെ ഉള്ളതാണ്. അലീനയും ശരണിയും അത്രമാത്രം ഒരു സിങ്കായി എന്ന് മനസ്സിലായിട്ടുണ്ട്. രാജീവനും ശിവനും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ ഒരു സിസ്റ്റമാറ്റിക്കലായിട്ട് ഒരു ചെറിയൊരു മൂവ്മെന്റ്സ് ഒക്കെ നടത്തി എങ്ങനെയെങ്കിലും നമ്മുടെ അലീനയും പറഞ്ഞ് ശരണ്യയുടെ മനസ്സ് മാറ്റിക്കാമല്ലോ. അപ്പം അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ മുത്തശ്ശീനെ കാണാനായിട്ട് ബാലചന്ദ്രനും അലീനയും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലാനാണ് ചാൻസ് കൂടുതൽ. ഏതായാലും അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആണ് നമ്മുടെ ബാലചന്ദ്രനോട്, അപ്പം മുത്തശ്ശീനെ കാണാൻ വേണ്ടി അകത്ത് അലീന കയറിപ്പോയി. അലീന വരുന്നൊന്നും തീരെ പിടിക്കുന്ന ഒരാളല്ല നമ്മുടെ കമല. പക്ഷെ എന്തോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, നമ്മുടെ കമല അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മിക്കവാറും ഈ കാര്യത്തിനായിരിക്കാം. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അലീനയെ കൊണ്ട് ശരണ്യയുടെ മനസ്സ് മാറ്റിക്കണമെങ്കിൽ അലീനെ ഒന്ന് സോപ്പിട്ട് പതച്ച് ആ ഒരു പരുവത്തിന് നിർത്തണമല്ലോ. ഇനിയിപ്പൊ ഞാൻ പറയുന്ന ഒരു സീൻ എന്ന് പറയുന്നത് നമ്മുടെ കമലയുടെ വീട്ടിലേക്കാണ്, കൈതക്കലേക്കാണ് പോയതെങ്കിൽ കേട്ടോ. ഇല്ലെങ്കിൽ പ്രശ്നമില്ല, ഇല്ലെങ്കിൽ നമ്മുടെ കമലയ്ക്ക് അതൊരു കാര്യമല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കമല സോപ്പിട്ടൊക്കെ നിൽക്കണം. ഏതായാലും ഈ ഒരു സമയത്ത് ബാലചന്ദ്രനോട് ആവശ്യപ്പെടുകയാണ്, ഒരു കാര്യം ചെയ്യും ബാലേട്ട, ഏതായാലും രണ്ടു മക്കളും ഇപ്പം കസ്റ്റഡിയിലാണ്, അല്ലെങ്കിൽ ജാമ്യം കിട്ടാത്ത കേസാണ്, ജയിലിലാണ്. അങ്ങനെയാണുള്ളപ്പോ ഒരു കാര്യം ചെയ്യത്തില്ലേ? അലീന അവിടെ ചെല്ലുന്നുണ്ടെന്നൊക്കെ ബാലേട്ടൻ തന്നെയല്ലേ പറയുന്നത്. ഇപ്പം അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. മാത്രമല്ല അവിടെ ചെന്നിട്ട് അവളെല്ലാവരുമായിട്ട് മിങ്കിളായി അത്രയ്ക്ക് കൂട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ രക്ഷിക്കാൻ വേണ്ടി, തെറ്റൊക്കെ ചെയ്തു നമ്മുടെ മക്കൾ, ശരിയാണ്, തെറ്റ് ചെയ്തു, പക്ഷെ അവർ നമ്മുടെ മക്കളല്ലാതെ ആവില്ലല്ലോ. നമ്മളല്ലാതെ വേറെ ആരാണ് അവരെ രക്ഷിക്കാനുള്ളത്? അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു വഴി നോക്കിക്കൂടെ ബാലേട്ട, അലീനയെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാലൻ ചോദിക്കുന്നുണ്ട്, പിന്നെ കണ്ട പെണ്ണുങ്ങളെയൊക്കെ പോയി വീട് തോറും കയറി അവിടെയും ഇവിടെയും കൊണ്ടുപോയി റേപ്പ് ചെയ്ത് ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ കാല് പിടിക്കണം എന്നല്ലേ അലീനയുടെ കാല് പിടിച്ച് ശരണ്യനെ കൊണ്ട് എങ്ങനെയാ നിനക്ക് പറയാൻ തോന്നുന്നുണ്ട് ശിവ? നിനക്ക് നാണമില്ലേ പറയാനായിട്ട്? അവന്മാര് കുറച്ചുനാൾ കിടക്കട്ടെ, നിന്ന് ജയിലിൽ കിടക്കട്ടെ, അതിനിപ്പോ എന്താ? ജയിലിൽ കിടന്നെന്നോർത്തുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. ഇതിന്റെയൊക്കെ പുറകെ നടക്കാൻ തന്നെ നാണം ആകത്തില്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ MLA നെയൊക്കെ പോയി കണ്ടായിരുന്നു പറഞ്ഞപ്പോ ഇതാ പറഞ്ഞ, നിങ്ങൾക്ക് നാണം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ പുറകെ നടക്കുന്നത്. എന്നെ ഈ വക കേസിന് കിട്ടത്തില്ല. എനിക്ക് അലീനയുടെ കാലോ ശരണ്യയുടെ കാലോ കയ്യോ ഒന്നും പിടിച്ചോണ്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല. തെമ്മാടിത്തരം കാണിച്ചു വെച്ചിട്ട് എനിക്ക് അങ്ങനെ ആരുടെയും മുമ്പിൽ പോയി കുനിഞ്ഞു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം, എന്റെ പൊന്നു ബാല, നമ്മൾ ആരുടെയും മുമ്പിൽ പോയി കുനിയണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ.
ഇപ്പം നമ്മുടെ അലീനയും ശരണയും അത്രയ്ക്ക് കൂട്ടാണെങ്കിൽ പിന്നെ ആ ഒരു വഴിയെ സ്വീകരിക്കാൻ പറ്റത്തില്ലേ എന്നല്ലേ ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ചോദിക്കത്തില്ലേ അലീനയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സമ്മതിപ്പിച്ചോ അങ്ങ്, എനിക്ക് പറ്റത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ എനിക്ക് തോന്നുന്നുണ്ടല്ലോ, എനിക്ക് ഇപ്പോഴും കൺഫേം അല്ല കേട്ടോ, ഞാൻ ഇപ്പോഴും പ്രത്യേകിച്ച് എടുത്തു പറയാണ്, ചിലപ്പോൾ നമ്മുടെ ശിവൻ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ വന്നതായിരിക്കാം ഈ ഒരു അലീനയോടല്ല സോറി നമ്മുടെ ബാലചന്ദ്രനോട് സംസാരിക്കുന്ന ഒരു സീൻ കണ്ടത്. അതിനാണ് 100% ചാൻസ് കൂടുതൽ അത് തന്നെയാണ് കേട്ടോ. അതിൽ 1% ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ അലീനയും കൂട്ടി ഒരിക്കലും അങ്ങോട്ടേക്ക് പോകാൻ ചാൻസ് ഇല്ല. എങ്ങോട്ടേക്ക്, നമ്മുടെ കമലയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ആ വീട്ടിലേക്കോ പോകാൻ ചാൻസ് ഇല്ല. ഏതായാലും ബാലചന്ദ്രൻ പോകുന്നുണ്ട് മുത്തശ്ശീനെ കാണാനായിട്ട്. മുത്തശ്ശീനെ കാണാനല്ല, അങ്ങോട്ടേക്ക് കാര്യവിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി തന്നെ പോകുന്നതാണ്. ബാലചന്ദ്രൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ മുത്തശ്ശീനെ കാണുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശീനെ കണ്ടിട്ട് മുത്തശ്ശി ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ബാലചന്ദ്രനെ സഹിക്കാൻ പറ്റുന്നില്ല, ദേഷ്യമൊക്കെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുകയല്ലേ. അപ്പം ഇതൊന്നും കാണാൻ മേല എനിക്ക്, എന്നെ അങ്ങ് ദൈവം അങ്ങ് എടുക്കും, എന്തിനാ ഇങ്ങനെ ഒരു നരക ജീവിതം എനിക്ക് തന്നേക്കുന്നത്, ഇത്രയും പ്രായമായില്ലേ, അങ്ങ് എടുക്കുവാണെങ്കിൽ അതാ എന്റെ ഈശ്വര നല്ലത്, എനിക്ക് വയ്യ ഇതൊക്കെ കണ്ടോണ്ടിരിക്കാനായിട്ട്. ഇപ്പം ദേ കണ്ടില്ലേ കൊച്ചുമക്കളുടെ ഓരോ ഈ പ്രായത്തിലും സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ബാല, ഓരോന്നിങ്ങനെ കേട്ട് നരകിച്ചെന്റെ നരകജീവിതം പോവുക. പ്രത്യേകിച്ച് ഈ വീട്ടിൽ കഴിയുന്തോറും എനിക്ക് നരകജീവിതം തന്നെയാണ്. അറിയാലോ കമലയുടെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ ഒരു മനസാക്ഷി ഇല്ലാതെ സൗദാമിനി മുത്തശ്ശിയോട് സംസാരിക്കുന്നുണ്ട്. ഇതെന്താ ഇതൊക്കെ ചെറുത്, ഇതൊക്കെ എന്ത് ജീവിതം എന്നാ പറയുന്നത്, ഇതൊക്കെ ചെറിയതാ, ഇതിനേക്കാളും വലിയ കൊടും ക്രൂരതയല്ലേ 10-30 വർഷം മുമ്പ് എന്നോട് ചെയ്തു വെച്ചത്. തന്റെ നിങ്ങളുടെ മകള് പിഴച്ചു പ്രസവിച്ച് ആരും അറിയാതെ ഒരുത്തനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് അവനുമായിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണ്. എന്നാ പിന്നെ അവളോട് പറയണം, അവളെ പറഞ്ഞ് പഠിപ്പിക്കണം, ഒരു ജീവിതം കിട്ടി അത് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്ന്. പക്ഷെ അതൊന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നത്. എന്നിട്ട് അവൾ എന്റെ തലയിൽ കയറിയിരുന്നെ തല തിന്നുക. ഇപ്പോഴും അവൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു മാന്യമര്യാദയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മകളോട് സംസാരിച്ച് നിങ്ങളുടെ മകളെ വേണമെങ്കിൽ നിലയ്ക്ക് നിർത്തായിരുന്നു. അതിനുപോലും നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല. മാത്രമല്ല എന്നെ ചതിച്ചില്ലേ നിങ്ങളൊക്കെ കൂടി ചേർന്ന്. നിങ്ങൾക്കറിയായിരുന്നില്ലേ നിങ്ങളുടെ മകളുടെ കാര്യം, നിങ്ങളുടെ ഭർത്താവിന് അറിയായിരുന്നില്ലേ, ആങ്ങളമാർക്ക് അറിയായിരുന്നില്ലേ, എന്നിട്ട് എല്ലാവരും കൂടെ ചേർന്ന് എന്നെ വട്ട് ചുറ്റിച്ച് എന്നെ വെറും പൊട്ടനാക്കി. ഞാൻ അവളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അറിയായിരുന്നു ഈ വിവരം അറിഞ്ഞാലും ബാലചന്ദ്രൻ വെറുതെ അങ്ങോട്ട് വിടുവെന്ന്. അപ്പൊ അതുകൊണ്ട് എന്നെ കൊണ്ട് വട്ട് ചുറ്റിപ്പിച്ച് എന്നെ വിവാഹ മണ്ഡപത്തിൽ കയറ്റി വിവാഹം കഴിപ്പിച്ച് ഞാനെന്തോ വലിയ സ്വർഗം കിട്ടിയ അവസ്ഥയിലായിരുന്നു. സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു നല്ലൊരു അവസ്ഥയിൽ ഞാൻ നിന്ന് ആ ഒരു സമയത്തും എല്ലാവരും കൂടെ ചേർന്ന് തന്നെ പൊട്ടനാക്കി. പക്ഷേ അവക്ക് പറയായിരുന്നു, അവളൊരു പെണ്ണാണെങ്കിൽ അവക്ക് പറയായിരുന്നു. പക്ഷെ അവള് അത് പറഞ്ഞില്ല. അവളെല്ലാം മറച്ചു വെച്ച് അവള് വലിയൊരു അഹങ്കാരിയായിട്ടും അതും വാശിയുടെ അപ്പുറത്തൊരു പെണ്ണായിട്ടും അവൾ ഇത്രയും നാള് ജീവിച്ചത്. എന്നിട്ടും ആ സ്നേഹത്തിന്റെ മുമ്പിൽ, അവളോടുള്ള സ്നേഹത്തിന്റെ മുമ്പിൽ അവൾ പറയുന്നതെല്ലാം ഒന്നും വിടാതെ ഇങ്ങനെ എല്ലാം അനുസരിച്ച് ഒരു പൊട്ടനെ പോലെ ഈ ആൾക്കാർ പറയാറില്ലേ ഒരു പെൺകോന്തെന്ന്, അതുപോലെ ഞാൻ നടന്നിട്ടും അവള് എന്നോട് കാണിച്ചത് എന്താ, അവളെന്നെ ചതിച്ചു, വഞ്ചിച്ചു. അത് ഞാൻ ഒരിക്കലും മറക്കില്ല, ഞാൻ പൊറുക്കില്ല. മാത്രമല്ല ഇതിനൊക്കെ നിങ്ങളും അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ. ഒരു ചെറുപ്പക്കാരനെ വഞ്ചിച്ചതിന് നിങ്ങളും അനുഭവിക്കും. നിങ്ങളുടെ മകളെ നേരെ വണ്ണം വളർത്താത്തതിന് നിങ്ങൾ നരകിച്ചിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് ഒരു വലിയൊരു പ്രാകുന്നുണ്ട് നമ്മുടെ സൗദാമിനി എന്ത് ചെയ്യാനാ, ഇതൊക്കെ കേട്ടിട്ട് ഖമാന്നൊരക്ഷരം ഇണ്ടാതെ കേട്ടിരിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു നിവൃത്തിയും നമ്മുടെ സൗദാമിനിക്കും ഇല്ല കേട്ടോ. ഏതായാലും അവിടെ നിന്ന് ബാലചന്ദ്രനും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങി പോകുന്നത്. ഒന്ന് നമ്മുടെ ബാലചന്ദ്രനെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി, അതായത് ബാലചന്ദ്രനെ അല്ല ശരണ്യനെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അലീനെ കൊണ്ട് പറയിപ്പിക്കണം. അതൊക്കെ കേട്ടു. അതൊക്കെ എങ്ങനെയെങ്കിലും സഹിക്കാം. പക്ഷെ നമ്മുടെ വൈജയുടെ ആ ഒരു ഇത് ഇപ്പോഴും ബാലചന്ദ്രനെ വിട്ടു പോയിട്ടില്ല. അതെല്ലാം മനസ്സിൽ കയറിയിട്ട് കൈതക്കൽ തറവാട്ടിലെ ഓരോ നമ്മുടെ മനു ഒഴിച്ച് ബാക്കിയുള്ളവരോട് എല്ലാവരോടും അത്രയ്ക്കും ദേഷ്യമാണ് കേട്ടോ ബാലചന്ദ്രനുള്ളത്. അങ്ങനെ ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ ഇതിനിടയിൽ നമ്മുടെ അലീനയോട് കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട്, അല്ല ചേച്ചിക്ക് ചുരിദാർ മേടിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് ചുരിദാർ മേടിച്ചു കൊടുത്തായിരുന്നു, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ചുരിദാർ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ചുരിദാർ മേടിച്ചു കൊടുത്തായിരുന്നു മോളെ. അവർക്ക് ഒരുപാട് സന്തോഷമായി. സത്യം പറഞ്ഞ പാവങ്ങൾ, ആ കോളനിയിലുള്ള എല്ലാവരും പാവങ്ങളൊക്കെ തന്നെയാണ്. മാത്രമല്ല ശരണ്യ എന്നോട് ഒരുപാട് സംസാരിച്ചു. അവള് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വല്ലാത്തൊരു അവസ്ഥയിലാണ്. അവള് ഒരു ദിവസം എനിക്ക് ഇങ്ങോട്ടൊക്കെ വരണമെന്നുണ്ട്. പക്ഷെ പെട്ടെന്നൊരു കൊണ്ടുവരവ് ശരിയാവില്ലല്ലോ. ഏതായാലും പതിയെ അവളെ ഒന്ന് ആക്റ്റീവായിട്ട് എടുക്കണം. അവളെ പുറത്തൊക്കെ ഒന്ന് ഇറക്കി പതിയെ പുറത്തൊക്കെ ഇറക്കി കൊണ്ടുപോകണം. നല്ലൊരു പെങ്കൊച്ച. ആ പെങ്കൊച്ചിന്റെ ജീവിതം ഒരിക്കലും നമ്മുടെ ആയിട്ട് തൊലച്ചു കളയാൻ പാടില്ല.
അവള് പുറത്തിറങ്ങണം, പഠിക്കാൻ പോകണം, ഈ സാധാരണ പെൺകുട്ടികളെ പോലെ തന്നെ അവള് തിരിച്ചു വരണം, അങ്ങനെ ഞാൻ കൊണ്ടുവരും മോളെ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോളോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം പറഞ്ഞു, ബബിത ചേച്ചിക്കൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല, ബബിത ചേച്ചി പോയതിന്റെ പുറകെ എന്നെ എന്തൊക്കെ പറഞ്ഞെന്ന് അറിയാമോ, അലീന ചേച്ചി അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല മോളെ, ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടാണല്ലോ പോയത്, അച്ഛന് ഒരുമാതിരി അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ, അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ, അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ പോകത്തില്ല, അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും, പക്ഷെ അച്ഛൻ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ പറയുന്നത് അച്ഛന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എനിക്കിത് കണ്ടിന്യൂ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. ഇപ്പൊ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണണം. നമ്മൾ രാവിലെ ഇന്നൊരു 7:15 7:30 ഉള്ളില് ഫുൾ വിശേഷം ഇടാറുണ്ട്. അതുപോലെ തന്നെ അപ്കമിങ് വിശേഷം 2 ദിവസമായി ഇട്ടിട്ട്, നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്കമിങ് വിശേഷം, അതിന്റെ ബാലൻസ് നമ്മൾ നാളേക്ക് ആയിട്ട് ഇടുന്ന കേട്ടോ. നമ്മൾ പോസ്റ്റിലൂടെ അല്ലെങ്കിൽ ഷോർട്ടിലൂടെ അറിയിക്കാം ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും കഥയും നൈനുടെയും ആദർശിന്റെയും കഥ നമ്മൾ എന്നും രാവിലെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫുൾ വിശേഷം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ജിൽജിൽ ചിന്നുവിലാണ്. അതുപോലെ രേവതിയുടെയും സച്ചിയുടെയും കഥ നമ്മൾ ഇന്ന് വൈകിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നാളത്തെ എപ്പിസോഡ് ഇന്ന് വൈകിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ, പ്രമോ വിശേഷം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതും ജിൽജിൽ ചിന്നുവിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഈ ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു ലൈക്കും കമന്റും ഒക്കെയാണ് കേട്ടോ നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും മാക്സിമം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും മാക്സിമം കമന്റ് ഒക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കല്ലേ.